വെടിനിർത്തൽ കരാറുകൾ ഇസ്രയേൽ കീറിയെറിഞ്ഞു. ഗാസയിലേക്ക് നിർത്താതെ ബോംബ് വർഷിച്ചു. പിന്നാലെ കരയുദ്ധവും തുടങ്ങി. 70 പേരാണ് രണ്ടാമത് ആക്രമണം തുടങ്ങിയ ദിവസം തന്നെ മരിച്ചു വീണത്. അവരിലേറെയും കൊച്ചു കുഞ്ഞുങ്ങളാണ്. 50 പേർ മധ്യവടക്കൻ ഗാസയിൽ, 20 പേർ റാഫയിലും ഖാൻ യൂനിസിലും. ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല, സമ്പൂർണ്ണ യുദ്ധമാണ് ഇസ്രയേൽ ആരംഭിച്ചത്. രണ്ടാമത്തെ ദിവസം 400 പേരെയാണ് കൊന്നത്. വെടിനിർത്തിയെന്ന വിശ്വാസത്തിൽ പൊതുജീവിതം തുടങ്ങിയ ജനതയാണ് മരിച്ചു വീണത്. ഇതിനൊക്കെ പുറമെ ഗാസ കടുത്ത പട്ടിണിയും നേരിടുകയാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഗാസയിൽ സയണിസത്തിന്റെ ക്രൂരമുഖം. എന്തുകൊണ്ട് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു? ഇസ്രയേലിനൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് പോലും അതിന് വ്യക്തമായ ഉത്തരമില്ല. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായില്ല എന്നാണ് ഏക വിശദീകരണം. എന്നാൽ കരാർ പ്രകാരമുള്ള ബന്ദികളെ എല്ലാം മോചിപ്പിച്ചെന്നാണ് ഹമാസ് പറയുന്ന മറുപടി. ബന്ദികളെ മോചിപ്പിച്ചില്ലെന്ന് പറഞ്ഞ് ആദ്യം വ്യോമാക്രമണം, പിറ്റേന്ന് തന്നെ കരയുദ്ധം. പിൻവാങ്ങിയ ഭൂമിയിൽ തിരികെ എത്തി ആധിപത്യം സ്ഥാപിക്കുന്നത് ഇസ്രയേൽ തുടരുകയാണ്. ഇതോടെ തിരികെ വന്ന ജനത വീണ്ടും പലായനം തുടങ്ങി. കാൽനടയായും കഴുതപ്പുറത്തുമാണ് കൂടുതൽ ആളുകളും മടങ്ങുന്നത്. അപൂർവം ചിലർക്ക് കാറുകളുണ്ട്. സർവം നഷ്ടപ്പെട്ട ജനതയാണ് ഇപ്പോൾ ഗാസയിലുള്ളത്. ആദ്യം കുടിയൊഴിയുമ്പോൾ ഉണ്ടായിരുന്ന ആസ്തിയുടെ 10% പോലും ഇപ്പോൾ ആരുടെയും കൈകളിലില്ല. പലായനം ചെയ്ത് എത്തുന്ന സ്ഥലങ്ങളിൽ കാരുണ്യ പ്രവർത്തകർ എന്തെങ്കിലും നൽകിയാൽ മാത്രമേ ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കൂ. എന്തുകൊണ്ട് ഇസ്രയേൽ വീണ്ടും യുദ്ധം ആരംഭിച്ചു? ഇതുവരെ കണ്ടത് തുടക്കം മാത്രമാണെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ പിടി അയയുന്നു എന്ന് തോന്നിയ നിമിഷമാണ് നെതന്യാഹു വെടിനിർത്തൽ ലംഘിക്കാൻ തീരുമാനിച്ചത്. തീവ്രവാദ വിരുദ്ധ സൈന്യമായ ഷിൻ ബെറ്റിന്റെ തലവൻ റോനൻ ബാറിനെ പുറത്താക്കാനാണ് നെതന്യാഹു ആദ്യം ശ്രമിച്ചത്. പരസ്പരം ബന്ദികളെ വിട്ടയക്കണം എന്ന നിലപാടായിരുന്നു ഷിൻ ബെറ്റിന്. എന്നാൽ നെതന്യാഹുവും ഒപ്പമുള്ള തീവ്ര വലതുപക്ഷവും യുദ്ധമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന നിലയിലാണ്. മതിയായ ഭൂരിപക്ഷം ഇല്ലാതെ ഇത്രയും കാലം സർക്കാർ പിടിച്ചു നിന്നത് യുദ്ധം ചെയ്യുന്നതിന്റെ മറവിലാണ്. യുദ്ധം അവസാനിച്ചാൽ സർക്കാരിനെതിരായ നീക്കവും സജീവമാകും. ഇത് തിരിച്ചറിഞ്ഞാണ് നെതന്യാഹു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ രണ്ടാം യുദ്ധം ആരംഭിച്ചത്. നിരവധി രാഷ്ട്രീയ പ്രതിസന്ധികൾ നെതന്യാഹു നേരിടുന്നുണ്ട്. മാർച്ച് 31 മുമ്പ് ബജറ്റ് പാസാക്കണം. നെതന്യാഹുവിനെതിരെ ഗുരുതര അഴിമതി കുറ്റങ്ങളുമായി കോടതിയിൽ വിചാരണ ആരംഭിക്കാനിരിക്കുകയാണ്. സഖ്യകക്ഷികളിൽ പലരും പിന്തുണ പിൻവലിക്കും എന്ന അഭ്യൂഹങ്ങളും സജീവമാണ്. യുദ്ധത്തിന്റെ അടിയന്തരാവസ്ഥയിൽ സർക്കാരിനെതിരായ നീക്കങ്ങൾക്കെല്ലാം തടയിടാം. ഇതാണ് നെതന്യാഹു കണ്ടെത്തിയ രക്ഷാമാർഗം. ഇസ്രയേൽ നേതാക്കൾ എത്രമാത്രം യുദ്ധഭ്രാന്തന്മാരാണ് എന്നറിയാൻ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ കണ്ടാൽ മതി. വെടിനിർത്തൽ കരാർ ഒപ്പിട്ടപ്പോൾ രാജിവെച്ച ദേശീയ സുരക്ഷാ മന്ത്രിയുണ്ട്, ഇതാമർ ബെൻ ഗ്വിർ. വീണ്ടും യുദ്ധം തുടങ്ങിയതോടെ ആള് മന്ത്രിസഭയിലേക്ക് തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. തീവ്ര വലത് നയക്കാരെ ഒപ്പം നിർത്താൻ യുദ്ധമല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് തിരിച്ചറിയുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന യുദ്ധം ഹമാസിനെതിരെ അല്ല, അവിടുത്തെ സാധാരണക്കാർക്കെതിരെയാണ്. ഹമാസ് നേതാക്കളെ അല്ല ആക്രമിക്കുന്നത്, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആൾക്കൂട്ടത്തെയാണ്. ബെൻ ഗ്വിർ തിരികെ വരുന്നതോടെ നെതന്യാഹുവിന് അധികാരത്തിൽ തുടരാനുള്ള ഭൂരിപക്ഷമാകും. ഹമാസിനെ തുടച്ചു നീക്കും എന്ന് പ്രഖ്യാപിച്ച് ആരംഭിച്ച യുദ്ധമാണ്. നേതാക്കൾ വീണെങ്കിലും ഹമാസ് പഴയ വീര്യത്തോടെ ശേഷിക്കുന്നുവെന്നാണ് സമീപ ദിവസങ്ങളിൽ വ്യക്തമായത്. ആദ്യ യുദ്ധം ലക്ഷ്യം കണ്ടില്ലെന്ന വിമർശനത്തിന് നെതന്യാഹുവിനും ഒപ്പമുള്ളവർക്കും മറുപടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഹമാസിനെ ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ച് വീണ്ടും യുദ്ധം ആരംഭിച്ചത്. അധികാരമേൽക്കുമ്പോൾ വെടിനിർത്തൽ ഉണ്ടാകണമെന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമായിരുന്നു. ഇസ്രയേലിനെയും ഹമാസിനെയും വെടിനിർത്തലിലേക്ക് എത്തിച്ചത് ട്രംപ് നടത്തിയ ചടുല നീക്കങ്ങളുമായിരുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതോടെ ട്രംപ് വീണ്ടും അമേരിക്കയുടെ നയം പിന്തുടരുന്ന പ്രസിഡന്റായി. സമാധാനം എന്ന ലക്ഷ്യമൊക്കെ ഇല്ലാതായി. ഹമാസിനെ അവസാനിപ്പിക്കുക എന്നതിന് മാത്രമായി മുൻഗണന. ട്രംപിന്റെ കൂടി അനുമതിയോടെയാണ് ഇസ്രയേൽ ഈ മാസം ആദ്യം ഗാസയിലേക്കുള്ള ട്രക്കുകൾ തടഞ്ഞത് എന്നാണ് വിലയിരുത്തൽ. ഭക്ഷണവും മരുന്നും എത്തുന്നത്
2 ആഴ്ച തടഞ്ഞ ശേഷം പൊടുന്നനെ വ്യോമാക്രമണം ആരംഭിക്കുകയായിരുന്നു. ഭക്ഷണവും മരുന്നും ഇല്ലാത്ത ജനതയ്ക്ക് പലായനമല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഈ സ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ ഇസ്രയേലും അമേരിക്കയും ഒത്തുകളിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അമേരിക്കയിൽ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചവരെ വേട്ടയാടുകയാണ്. പലരെയും എന്നേക്കുമായി അമേരിക്കയിൽ നിന്ന് പുറത്താക്കുകയുമാണ്. ബൈഡൻ ഭരിച്ചിരുന്നപ്പോൾ പൂർണ്ണമായും ഇസ്രയേലിന് ഒപ്പമായിരുന്നെങ്കിലും അമേരിക്കയിലെ വിമത ശബ്ദം അടിച്ചമർത്തിയിരുന്നില്ല. ട്രംപ് എത്തിയതോടെ പലസ്തീൻ അനുകൂലികൾക്കെതിരെ നടപടിയും തുടങ്ങി. അമേരിക്കൻ ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് പലസ്തീനികളെ വംശീയമായി അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ്. എന്നത്തെയും പോലെ ആ നയത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് യൂറോപ്പും. ജീവൻ നഷ്ടമാകുന്നത് ഈ അതിക്രമങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാകാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് കൂടിയാണ്. അതാണ് ഏറെ സങ്കടകരം. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.